പാഠം 716. ചൂഷണം ചെയ്യപ്പെടുന്ന അവസരങ്ങൾ. മണി 9:30 കഴിഞ്ഞു. എനിക്ക് ആഫീസിൽ പോകണം. മോഹനേട്ടൻ പൊക്കോ. എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറ്റുപാത്രം ഇതുവരെ കിട്ടിയില്ല. ഓ, അത്രയുള്ള പ്രശ്നം. അതിപ്പോ തരാം. ഒരു 2 മിനിറ്റ്. ഇതാ ഞാൻ പറയുന്നത്. എന്തൊക്കെ ആയാലും ഒടുവിൽ ഞാൻ വന്ന് ഓർമ്മിപ്പിച്ചാൽ മാത്രമേ നീ ചോറെടുത്ത് വെക്കൂ എന്ന്. മോഹനേട്ടൻ എന്ന് പോന്ന് 9:38 അതായത് ഇവിടുന്ന് ഇറങ്ങാൻ ഇനിയും 8 മിനിറ്റ് കൂടി ബാക്കിയുണ്ടെന്ന്. ചോറ്റുപാത്രം റെഡിയാക്കാൻ ഞാൻ ചോദിച്ചത് 2 മിനിറ്റ്. അതായത് മോഹനേട്ടൻ പോകാൻ ഇറങ്ങുന്നതിന് കൃത്യം 6 മിനിറ്റ് മുന്നേ എന്റെ ജോലി എല്ലാം തീർന്നിരിക്കും. അതുപോരെ? എന്ത് പറ്റി? വില്ലേജ് ഓഫീസർ ഇങ്ങോട്ട് പറയുന്ന പോലെ സമയത്തിന് കണക്ക് അങ്ങോട്ട് പറഞ്ഞപ്പോ ഉത്തരം മുട്ടിപ്പോയോ? ഉത്തരം മുട്ടിയൊന്നുമല്ല. പക്ഷേ രാവിലെ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് മാത്രം ഞാനിത് വിടുക. അല്ലെങ്കിൽ എന്നെ ഇപ്പൊ അങ്ങ് മര്യാദ പഠിപ്പിച്ചേനെ. എന്റെ മോഹനേട്ടാ, നമ്മുടെ നാട്ടിലെ ആണുങ്ങൾക്കേ, വിശേഷിച്ചും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ധാരണയുണ്ട്. അവരുടെ ജോലി മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കലാണ് എന്ന്. എസ് ഐ വിക്രമൻ സാറും മിനിങ്ങാന്ന സ്ഥലം മാറിപ്പോയതിന് പിന്നാലെ പുതിയ എസ് ഐ ചാർജ് എടുത്തു, ഗോവിന്ദന്റെ കുട്ടി. പുള്ളിക്കാരന്റെ ജോലി ഇതൊക്കെ തന്നെയാണ്. ഇന്നലെ വന്ന് ചാർജ് എടുത്തതേ ഉള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ 4-5 പേരെ കൈവച്ചു എന്നാണ് കേട്ടത്. ഇന്നലെ ഗുമസ്തൻ മത്തായി ചേട്ടന്റെ മോൻ ബൈക്കിൽ വരുമ്പോ തടഞ്ഞു നിർത്തി വിരട്ടിന്ന്. ഹെൽമെറ്റ് ഇല്ലാതെ വന്ന് വിവരം അറിയുന്നു പറഞ്ഞെന്നാണ് ബെന്നി പറഞ്ഞത്. ഹെൽമെറ്റ് ഇല്ലാത്തവരെ പിടിക്കുക എന്നുള്ളത് പോലീസിന്റെ ജോലിയാണല്ലോ. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പിഴയടയ്ക്കാൻ പറഞ്ഞാ പോരെ മോഹനേട്ടാ? അല്ലാതെ മാന്യന്മാരായ പൗരന്മാരെ ഭീഷണിപ്പെടുത്തുകയും കൈവയ്ക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ? ആ, വക്കീലന്മാരോട് കളിച്ചാൽ എന്താ ഉണ്ടാവുക എസ് ഐ ഗോവിന്ദൻകുട്ടി ശരിക്കും അറിയില്ല. നിയമം ലംഘിച്ച് വണ്ടി ഓടിച്ച ബെന്നി അല്ല നിന്റെ മുന്നിൽ കുറ്റക്കാരൻ. നിയമലംഘനം തടഞ്ഞ എസ് ഐ ആണ്. ഇതാണ് ഞാൻ പറയുന്നത്. ഈ ലോകത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാർ വൈക്കോലന്മാരാണ്. മോഹനേട്ടനല്ലേ അതേ പറയുന്നുള്ള കാര്യം എനിക്കറിയാലോ. ഇന്നലെ എസ് ഐ ഗോവിന്ദൻകുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വിദ്യാലക്ഷ്മിയോട് പറഞ്ഞു, മോഹനേട്ടനെക്കാട്ടിലും ഭേദമാണ് ആ ഗോവിന്ദൻകുട്ടി. മോഹനേട്ടനെങ്ങാനും പോലീസ് ആയിരുന്നെങ്കിൽ കാണായിരുന്നു എന്താ ഉണ്ടാവുക എന്ന്. ഓ എന്റെ ഈശ്വര, ഒരു മനുഷ്യനെ പോലും പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കുമായിരുന്നു? നിയമം വിട്ട് ഒന്നും ചെയ്യാത്തൊരു സത്യസന്ധനായ വില്ലേജ് ഓഫീസറാണ് ഞാൻ. അതുപോലെ നിയമം കൃത്യമായി നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എസ് ഐ ഗോവിന്ദൻകുട്ടി. നിന്നെ പോലുള്ള വക്കീലന്മാർക്ക് ഞങ്ങളെ ഇഷ്ടപ്പെട്ടാൽ അതാണ് അത്ഭുതം. ഹലോ സാറേ, ഞാനാ ശശിപാലൻ. ആ, എന്താ ശശിപാല? സാർ, ഇന്നലെ പങ്കേഷനായിട്ടുണ്ടായ പ്രശ്നം കൈവിട്ടുപോയ ലക്ഷണ. അവൻ പോലീസിൽ പരാതിപ്പെട്ടെന്നാ കേട്ടെ. പോലീസ്? ഇന്നലെ അവൻ പോകാൻ നേരം സാറിനോട് പറഞ്ഞില്ലേ, സാറിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, സാറിന്റെ ജോലി കളയുമെന്നൊക്കെ. അവൻ രണ്ടും കൽപ്പിച്ചാണെന്നാ തോന്നുന്നത്. അങ്ങനെ തന്നെ എന്ത് ചെയ്യാനാ? ഞാൻ നിയമം വിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നിയമം അനുസരിച്ച് ജീവിക്കുന്നവരെ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്നും എനിക്കറിയില്ല. ഇന്നലെ പുതിയ എസ് ഐ ചാർജ് എടുത്തു. ആ എസ് ഐ കുഴപ്പക്കാരനാണെന്നാ പറഞ്ഞത്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയ പരാതിയിലെ സകല പ്രതികളെയും പൊക്കിക്കൊണ്ടു പോയെന്നാ കോൺസ്റ്റബിൾ പൗലോസ് പറഞ്ഞ്. സാറിനെ പറ്റി എസ് ഐ അന്വേഷിച്ചു എന്നാ പൗലോസ് എന്നോട് പറഞ്ഞു. എന്തന്വേഷിക്കാൻ? അല്ല, സാറിന്റെ സ്വഭാവം എങ്ങനെയാ, കുഴപ്പക്കാരനാണോ, സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കാറുണ്ടോ എന്നൊക്കെ പൗലോസിനോട് ചോദിച്ചെന്ന്. എന്നിട്ട് പൗലോസ് എന്ന് പറഞ്ഞു? സാറ് ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് പൗലോസ് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. അതിനാ പൗലോസ് അങ്ങനെ പറഞ്ഞത്? അല്ല, ഞാൻ പൗലോസിനോട് ദേഷ്യപ്പെട്ടില്ലല്ലോ. സാറ് ഭയങ്കര ചൂടനാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പൗലോസ് അത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും സാറൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എസ് ഐ ഗോവിന്ദൻകുട്ടി ആള് കുഴപ്പക്കാരനെന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ ഞാൻ ഒരു വില്ലേജ് ഓഫീസറാ. എന്നോട് വെറുതെ വേഷം കെട്ടിരുന്ന എസ് ഐ ഗോവിന്ദൻകുട്ടിയല്ല, ആരായാലും വിവരം അറിയും. ചോറ്റുപത്രം ഇനിയിപ്പോ ഇത് കിട്ടാൻ താമസിച്ചതിന്റെ പേരിൽ വില്ലേജ് ഭരണം താമസിക്കണ്ട.
എന്താ മോനട്ടാ, എന്താ പ്രശ്നമുണ്ടല്ലോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ മുഖം വല്ലാതിരിക്കുന്നേ? ആരാ വിളിച്ചത്? ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടിയോ? അല്ല, പങ്കജാക്ഷൻ. അല്ല, ശിശുപാലനെ വിളിച്ചത്. പങ്കജാക്ഷൻ എനിക്കെതിരെ എസ് ഐ ഗോവിന്ദൻകുട്ടിയുടെ അടുത്ത് പരാതി കൊടുത്തു. പിന്നെ അങ്ങനെ പരാതി കൊടുത്താലും ഞാൻ പേടിക്കില്ല. വെറുതെ എന്റെ അടുത്ത് കളിക്കാൻ വന്നാൽ ഏത് ഗോവിന്ദൻകുട്ടിയാലും വിവരം അറിയും. അങ്ങോട്ട് ഏത് പങ്കജാക്ഷൻ? എന്താ മോഹനയുടെ സത്യത്തിൽ പ്രശ്നം? അതൊരു കാര്യമില്ല. ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസറാണ്. എന്നെ ആവശ്യമില്ലാതെ പേടിപ്പിക്കാൻ വന്നാൽ എസ് ഐ ഗോവിന്ദൻകുട്ടി എന്നല്ല, സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി വന്നാലും എനിക്ക് പ്രശ്നമില്ല. അതല്ലേ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. കാര്യം എന്താ ഇപ്പൊ മോഹനോട് പറ. പറഞ്ഞല്ലോ, പങ്കജാക്ഷൻ എനിക്കെതിരെ കേസ് കൊടുത്തു. ഏത് പങ്കജാക്ഷൻ? ഒരു പങ്കജാക്ഷൻ. നിനക്ക് എത്ര പങ്കജാക്ഷൻ അറിയാം? ശരി, ഈ ഒരു പങ്കജാക്ഷൻ എന്തിനാണ് മോഹനേട്ടനെതിരെ കേസ് കൊടുത്തത്? എനിക്കറിയില്ല. അതെങ്ങനെയാണ് മോഹനേട്ട അറിയാതെ വന്നത്? മോഹനേട്ടാ, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ഈ എസ് ഐ ഗോവിന്ദൻകുട്ടി ആള് കുഴപ്പക്കാരനാണെന്ന് ഞാൻ നേരത്തെ മോഹനേട്ടോട് പറഞ്ഞതല്ലേ. മോഹനേട്ടനെതിരെ അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ നേരെ ഇങ്ങോട്ട് വരും. വെട്ടൊന്ന് മുറിണ്ട് എന്നുള്ളതാണ് അയാളുടെ സ്വഭാവം. സംഗതി എന്തായാലും പ്രശ്നമാവും. പിന്നെ ഞാൻ ശരിയായി കൊടുക്കാം. മോഹനേട്ടാ, ഈ പങ്കജാക്ഷൻ മോഹനേട്ടനെതിരെ കൊടുത്ത പരാതി എന്താന്ന് പറ. പങ്കജാക്ഷൻ ഇന്നലെ വില്ലേജ് ഓഫീസ് വന്നു. അയാള് ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആണ് വന്നത്. മുന്നാധാരത്തിന്റെ പകർപ്പ് കയ്യിലില്ലാത്തത് കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളോ? വില്ലേജ് ഓഫീസർ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞ് പോലീസ് പരാതിപ്പെട്ടോ? അതെവിടുത്തെ ന്യായ മോഹനേട്ടാ? ഈ സർട്ടിഫിക്കറ്റ് തന്നില്ല എന്ന് പറഞ്ഞല്ല പരാതി കൊടുത്തത്. ഞാൻ അയാളോട് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞ. ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞൊരു പരാതിയോ? അതെ. ശരി, മോഹനേട്ടൻ എങ്ങനെയാണ് ദേഷ്യപ്പെട്ടത്? അതൊന്ന് വിശദമായിട്ട് പറഞ്ഞേ. ഈ പറഞ്ഞ പങ്കജാക്ഷൻ ഇന്നലെ വില്ലേജ് ഓഫീസിലേക്ക് കയറി വന്നു. സർട്ടിഫിക്കറ്റിലെ അപേക്ഷ സ്വയംപ്രഭയുടെ കയ്യിൽ കൊടുത്തു. മുന്നാധാരത്തിന്റെ പകർപ്പ് ഈ കൂട്ടത്തിലില്ലല്ലോ. അതില്ലാതെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. എന്റെ പൊന്നു സാറേ, മുന്നാധാരം എവിടെ ഉണ്ടെന്ന് തപ്പി ഞാൻ മടുത്തു. വീട്ടിലെങ്ങും കാണുന്നില്ല. കെട്ടിയോൾ അതെടുത്ത് കത്തിച്ചെന്ന് തോന്നുന്നു. പക്ഷെ മുന്നാധാരത്തിന്റെ പകർപ്പ് കിട്ടിയേ പറ്റൂ. അതില്ലാതെ ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കണ്ടെന്നാണ് മോഹനേഷ് സാർ പറഞ്ഞിരിക്കുന്നത്. സാറേ, ഇതിപ്പോ വില്ലേജ് ഓഫീസർ അറിയേണ്ട കാര്യം കേട്ടോ. ഒന്ന് സഹായിച്ച എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. എന്തൊക്കെ ചെയ്യും പങ്കജാക്ഷൻ? മുന്നാധാരത്തിന്റെ പകർപ്പില്ലാതെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് തരില്ല. മുന്നാധാരം നഷ്ടപ്പെട്ടു പോയി സാറേ. സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്താൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കിട്ടും. അത് കൊണ്ടുവന്നേ പറ്റൂ. കുറച്ച് അത്യാവശ്യമായിരുന്നു സാറേ. അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് പകർപ്പ് കിട്ടാൻ അല്പം താമസിക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പങ്കജാക്ഷ. മുന്നാധാരം നഷ്ടപ്പെടുത്തിയത് ഞാനല്ലല്ലോ, പങ്കജാക്ഷനല്ലേ. അപ്പോ അങ്ങനെയൊക്കെ ഇരിക്കും. സാറേ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ന് വെച്ചാ കൈക്കൂലിയായിട്ട്. ഓഹോ, വില്ലേജ് ഓഫീസിൽ കയറി വന്ന് വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് സാറിന് കൈക്കൂലി എടുക്കാൻ നോക്കുന്നു. പങ്കജാക്ഷന് സർട്ടിഫിക്കറ്റ് കിട്ടിയാണ്. ഈ നൂറ്റാണ്ടിൽ ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് പങ്കജാക്ഷന് സർട്ടിഫിക്കറ്റ് കിട്ടിയതന്നെ. സാറേ, മേലിൽ ഈ ആവശ്യം പറഞ്ഞ് വില്ലേജ് ഓഫീസിന്റെ പടി ചവിട്ടിയ പങ്കജാക്ഷന്റെ കാര്യം തല്ലുടിച്ചറേ. സത്യസന്ധമായി ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ വഴിതെറ്റിക്കാൻ നോക്കുന്ന പങ്കജാക്ഷനെ പോലുള്ളവരുടെ പൊടി പോലും കാണില്ല. അയ്യോ, ഇതാണോ മോഹനേട്ടൻ ദേഷ്യപ്പെട്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞത്? ഞാൻ വെറുതെ ഒന്ന് ദേഷ്യപ്പെട്ടല്ലേ ഉള്ളൂ. അല്ലല്ലോ, മേലിൽ വില്ലേജ് ഓഫീസിനെ പടി ചവിട്ടിട്ടുണ്ടെങ്കിൽ കാല് തലോടിക്കുമെന്ന് പറഞ്ഞത് ഭീഷണിപ്പെടുത്തലാണ്. ഇനി ഒരിക്കലും പങ്കജാക്ഷന് ആ ഓഫീസിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കില്ല എന്ന് പറഞ്ഞത് ഔദ്യോഗിക കർത്തവ്യ നിർവഹണം നടത്താതിരിക്കാം. പിന്നെ
അയാളുടെ പൊടി പോലും കാണില്ല എന്ന് പറഞ്ഞത് പച്ചയായ വധഭീഷണി. വധഭീഷണിയോ? എന്താ പറഞ്ഞ സംശയം? ഒരാളുടെ പൊടി പോലും കാണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതായത് മോഹനേട്ടൻ അയാളെ കൊല്ലും എന്ന് തന്നെയാണ് അർത്ഥം. ഞാനങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല. മോഹനേട്ടൻ ആലോചിച്ചോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ, പറഞ്ഞോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. വധഭീഷണി മുഴക്കിയതിന്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം മോഹനേട്ടനെ അറസ്റ്റ് ചെയ്യാനേ എസ്.ഐ. ഗോവിന്ദൻകുട്ടിക്ക് പറ്റും. പിന്നെ കാണാനൊന്നുമില്ല മോനേട്ടാ. എസ്.ഐ. ഗോവിന്ദൻകുട്ടി വിചാരിച്ചാൽ അത് തന്നെ നടക്കും. വക്കീലേ, ഉത്തമനാണല്ലോ. ആ വിളി കേട്ടിട്ട് ഏതൊരു കേസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു വിലയാപ്പിച്ച പിടിക്കാൻ സൈ ആരുടെ കാണിച്ചു കൊടുക്കാൻ ഞാൻ ആരാണെന്ന്. വക്കീലെ നമസ്കാരം. വക്കീലെ, ഒരു അത്യാവശ്യ പ്രശ്നമുണ്ട്. വക്കീൽ ഒന്ന് സഹായിച്ചേ പറ്റൂ. എന്താ ഉത്തമ കാര്യം? നമ്മുടെ ബേക്കറി നടത്തുന്ന പുഷ്കരനെ എസ്.ഐ. ഗോവിന്ദൻകുട്ടി ഇന്നലെ പിടിച്ചോണ്ട് വക്കീലെ. ആളിപ്പോ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. വക്കീൽ ഒന്ന് വന്നാലേ പുഷ്കരനെ പുറത്തിറക്കാൻ പറ്റൂ. എന്താ കേസ്? എന്റെ പൊന്നെ, ഇന്നലെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് പുഷ്കരനും അവന്റെ അനിയൻ ദിവാകരനും അപ്പുറത്തെ വീട്ടിലെ ബഷീറും കൂടെ ബൈക്കിൽ വരികയായിരുന്നു. പഞ്ചായത്ത് ഓഫീസിന്റെ വാതിക്കല് വണ്ടിയിട്ട് എസ്.ഐ. ഗോവിന്ദൻകുട്ടി അങ്ങനെ നിൽക്കുമ്പോ പുഷ്കരനും സംഘവും കൂടെ കൃത്യം മുമ്പിൽ വന്ന് ചാടിക്കൊടുത്തു. 3 പേര് ഒരു ബൈക്കില്. പുറകെ ഇരുന്ന ദിവാകരനെ 2 അടിച്ചിട്ടും ഉണ്ടായിരുന്നു. പുഷ്കരനാണെന്നുണ്ടെങ്കിൽ ഹെൽമറ്റും ഇല്ല. 3 പേരെ നേരെ പൊക്കി സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഒരു കുറ്റവും ഇല്ല. ഒരു ബൈക്കില് 3 പേരും കൂടി പോകേണ്ട കാര്യമുണ്ടോ? അല്ല, ഇതിപ്പോ സെക്കൻഡ് ഷോ അല്ലേ വക്കീലേ. റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തതാ. ഈ എസ്.ഐ. ഗോവിന്ദൻകുട്ടി പാതിരാത്രി വഴിയിൽ വന്ന് നിൽക്കുന്നവന്മാരെങ്കിലും കരുതിയാ? അങ്ങനെ നിൽക്കാനല്ലേ ഉത്തമ ഈ പോലീസ് എന്ന് പറയുന്ന ആളുകള്. എന്നിട്ട് 3 പേര് ഇപ്പൊ സ്റ്റേഷനിൽ തന്നെ ഉണ്ടോ? ഇല്ല ഇല്ല, രാത്രി എസ്.ഐ. വീട്ടിൽ പോകാൻ നേരത്തെ 2 പേരെ അങ്ങ് വിട്ടു. പുഷ്കരനെ വിട്ടില്ല. ഞാൻ വിവരം പറഞ്ഞ് രാവിലെ സ്റ്റേഷനിൽ എത്തിയപ്പോ എസ്.ഐ. എത്തിയിട്ടുമില്ല. ആള് 9:30 എത്തുമെന്നാണ് പറഞ്ഞത്. നമസ്കാരം സാർ. വക്കീലൊന്ന് വിളിച്ചു പറഞ്ഞ പുഷ്കരനെ വിടും. ഞാൻ പുതിയ എസ്.ഐ. എനിക്ക് പരിചയമില്ല ഉത്തമ. പരിചയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വക്കീൽ ഒരു വക്കീലാണല്ലോ. വക്കീലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്കൊരു വിലയും ഉണ്ടാവും. വില്ലേജ് ഓഫീസർ പറഞ്ഞാലോ? ഓഫീസർ പറഞ്ഞ ഭയങ്കര ഒരു സംഭവമല്ലേ ഉത്തമ? സംഭവമൊക്കെ തന്നെ, പക്ഷെ വക്കീല് പറയുന്നതായിരിക്കും നല്ലത്. എസ്.ഐ. എന്തെങ്കിലും ലോ പോയിന്റ് പറഞ്ഞാലും വക്കീലാകുമ്പോ അതിന് തിരിച്ച് മറുപടി പറയാൻ പറ്റുമല്ലോ. ഞാൻ കേട്ടിടത്തോളം ഈ ഗോവിന്ദൻകുട്ടി ഒരു പ്രശ്നക്കാരനോ ഉത്തമ? പ്രശ്നക്കാരനൊന്നും സംശയമുണ്ടാ? എന്റെ വക്കീല് എസ്.ഐ. ഗോവിന്ദൻകുട്ടിക്ക് ഇപ്പൊ സ്ഥലം മാറ്റം കിട്ടി ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്ന് വക്കീൽ അറിയാമോ? ഇല്ല. ഇയാള് മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഒരു ഡെപ്യൂട്ടി തഹസീൽദാരുമായിട്ട് ഇയാളൊന്ന് കോർത്തു. 1, 2 പറഞ്ഞ് വഴക്കായി. ഈ എസ്.ഐ. ഡെപ്യൂട്ടി തഹസീൽദാരുടെ കരണ കുറ്റി നോക്കി ഒരു ഒറ്റയാടി. ഡെപ്യൂട്ടി തഹസീൽദാരുടെ 2 പല്ല് തറയെ പോയെന്നാണ് കേട്ടത്. സംഗതി പ്രശ്നമായി, ബഹളമായി. ഈ എസ്.ഐ. ഗോവിന്ദൻകുട്ടിക്ക് ഡിപ്പാർട്ട്മെന്റിലൊക്കെ നല്ല പിടിപാടാണ്. അതുകൊണ്ട് സംഭവം ഒരു സ്ഥലം മാറ്റത്തിൽ തീർന്നു. അപ്പൊ എസ്.ഐ. ഗോവിന്ദൻകുട്ടി ഈ നാട്ടിലും എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പായി ഉത്തമ. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ? ഉത്തമ വിട്ടോ, ഞാൻ ഒരു 9:30 സ്റ്റേഷനിലേക്ക് വിളിച്ചു നോക്കാം. ബാക്കിയെല്ലാം പിന്നെ അല്ലേ. അപ്പൊ ശരി വക്കീലേ. സാറേ ഞാൻ ഇറങ്ങണേ. ശരി. എസ്.ഐ. ഗോവിന്ദൻകുട്ടിനെ ആരെയെല്ലാം പിടിച്ച് ലോക്കപ്പിലിടുവോ എന്തോ. ഒരു ഡെപ്യൂട്ടി തഹസിൽദാരെ പട്ടാ പോലെ അടിച്ച് പല്ലു പൊഴിച്ച ആളല്ലേ കക്ഷി. അപ്പോ ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞ അയാൾക്ക് പുല്ലായിരിക്കും. ഇങ്ങനെ വീമ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മോനട്ടാ. പോലീസുകാരുമായിട്ട് ഇടപെടുമ്പോ ഉത്തമൻ പറഞ്ഞതുപോലെ ഒരു വക്കീലിന്റെ സഹായം ഉള്ളത് നല്ലതാണ്. സ്റ്റേഷനിൽ വിളിക്കുമ്പോ ഞാൻ വേണമെങ്കിൽ മോഹനയുടെ കാര്യോട് പറയാം. എനിക്ക് ഇതിന്റെ ഔദാര്യം വേണ്ട. ഒരു വില്ലേജ് ഓഫീസർക്ക് ഒരിക്കലും ഒരു വക്കീലിന്റെയും സഹായം ആവശ്യം വേണ്ട. നീ ഏതെങ്കിലും പോക്കറ്റെടുക്കാരന്റെയോ മുച്ചൂട്ടെടുക്കാരന്റെയോ ഒക്കെ കേസ് നോക്കിയാൽ മതി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം സാറിന്റെ ഇഷ്ടം. ആയിക്കോട്ടെ, ഞാൻ ഇറങ്ങുന്നു.
ഇല്ല, എന്തുപറ്റി? ഒരു പ്രശ്നമുണ്ട്. നീ ഒന്ന് സഹായിക്കണം. ഞാനോ? എന്താ മോനോട് കാര്യം പറ. ആ എസ് ഐ ഗോവിന്ദൻകുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ടോ? ഈ പങ്കജാക്ഷന്റെ പരാതിയുടെ കാര്യം അന്വേഷിക്കാനായിരിക്കും വരുന്നത്. നീ പോയൊന്ന് സംസാരിക്ക. ഞാൻ എന്ത് സംസാരിക്കാനാ? മോഹനേട്ടനെ കാണാനല്ലേ അയാൾ വരുന്നത്. പക്ഷേ നീ ഒരു വക്കീലാണല്ലോ, പോലീസുകാരോട് ഒരു വക്കീല് സംസാരിക്കുന്നതാണല്ലോ നല്ലത്. അതെങ്ങനെയാ മോനോട്ട ശരിയാവുക? മോഹനേട്ടനും ഗോവിന്ദൻകുട്ടിയൊക്കെ നിയമം അനുസരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ. ഞങ്ങൾ കള്ളന്മാരുടെയും കൊലപാതകളൊക്കെ കേസ് ബാധിക്കുന്ന പാവം വക്കീലന്മാരും. ഗോവിന്ദൻകുട്ടിയോട് ഞാൻ എന്ത് പറയാനാ? ഇതിപ്പോ പങ്കജാക്ഷന്റെ പരാതിയെ പറ്റി അന്വേഷിക്കാനാണല്ലോ എസ് ഐ ഗോവിന്ദൻകുട്ടി വന്നിരിക്കുന്നത്. ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോ ഒരു വക്കീലുള്ളതാണ് നല്ലത്. നിനക്കാവുമ്പോ ഇന്ത്യൻ ശിക്ഷാ നിയമത്തെ പറ്റിയൊക്കെ ശരിക്കും അറിയാലോ. പക്ഷെ മോഹനോട് കുറച്ചു മേലെ അങ്ങനെ അല്ല പറഞ്ഞത് അല്ലേ? ഒരു വക്കീലിന്റെ സഹായം ഉള്ളത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ പറഞ്ഞു, എനിക്ക് ഔദാര്യം ഒന്നും വേണ്ട, ഒരു വില്ലേജ് ഓഫീസർക്ക് ഒരിക്കലും ഒരു വക്കീലിന്റെ സഹായം ആവശ്യമില്ല എന്ന്. ഞാൻ ഏതെങ്കിലും പോക്കറ്റ് എടുക്കാരനെയോ മുച്ചിട്ട് കളിക്കാരനെയൊക്കെയോ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞില്ലേ? മോഹനേട്ടൻ പോക്കറ്റ് എടുക്കാരനോ അല്ല മുച്ചിട്ട് കളിക്കാരനോ അല്ലല്ലോ. പിന്നെ എനിക്ക് എന്താ ഇതില് കാര്യം? നീ അവസരം ചൂഷണം ചെയ്യല്ലേ? പെട്ടെന്നുള്ള ദേഷ്യത്തിന് എസ് ഐ ഗോവിന്ദൻകുട്ടി അഭിപ്രായം കാണിച്ച നമുക്ക് രണ്ടുപേർക്ക് നാണക്കേടാണേ. നീ ഒരു വക്കീലാണെന്ന് അറിയുമ്പോ ഗോവിന്ദൻകുട്ടി ഒന്ന് ക്ഷമിക്കും. നീ ഒന്ന് സംസാരിക്കുക. നമ്മുടെ രണ്ടുപേരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നീ ഒന്ന് സംസാരിക്കുക. വെറുതെ ഒരു വഴക്കുണ്ടാവാൻ നോക്കുന്നതല്ലേ നല്ലത്. ശരി, ഞാൻ പോവാം. പക്ഷേ വക്കീലന്മാരെ പറ്റി മോഹനേട്ടൻ പറഞ്ഞതെല്ലാം പിൻവലിക്കണം. പിൻവലിച്ചല്ലോ. വക്കീലന്മാര് വളരെ നല്ല ആളുകളാണെന്ന് പറയാം. വളരെ നല്ലതാണല്ലോ. ഞാൻ ഈ നാട്ടിലെ ഏറ്റവും സാമർത്ഥ്യമുള്ള വക്കീലാണെന്ന് സമ്മതിക്കണം. ഇങ്ങനെ നോണ പറയാൻ പറ്റില്ല. ഞാനൊരു ഗാന്ധിയനല്ലേ പാമേ? ആ, എങ്കിൽ പിന്നെ ഈ ഗാന്ധി തന്നെ പോയി ഗോവിന്ദൻകുട്ടിയോട് സംസാരിച്ചാൽ മതി. അല്ല, നീ വലിയ വക്കീലാ? ഈ കുറച്ച് വലിയ വക്കീലെന്ന് പറഞ്ഞാ നീ ഈ നാട്ടിലെ ഏറ്റവും കഴിവുള്ള വക്കീലാ. സത്യം പറഞ്ഞാൽ നിന്നെ കല്യാണം കഴിച്ച് തന്നെ എന്റെ മഹാഭാഗ്യമാ. നീ എന്റെ ഭാര്യ ആയില്ലായിരുന്നെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് തന്നെ എന്താ കാര്യം? മതി. അപ്പൊ എസ് ഐ ഗോവിന്ദൻകുട്ടിയെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അതെ, ഭരതൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല സർ. അതെന്താ വരാത്തെ? വരേണ്ട ആവശ്യം വന്നില്ല സർ. ഈ വില്ലേജ് ഓഫീസർ ആളെങ്ങനെയാ? നല്ല മനുഷ്യനാ സർ. എന്നാര് പറഞ്ഞു? അല്ല, അങ്ങനെയാ സർ ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. ഈ നാട്ടുകാര് പറയുന്നതൊക്കെ ശരിയാകണമെന്നില്ല. ഓ ഇല്ല സർ. മനസ്സിലായില്ലേ? നമസ്കാരം സർ. സർ, ഈ വില്ലേജ് ഓഫീസർ ഒരാണാണെന്നല്ലേ പറഞ്ഞത്? ഇത് ഭാര്യയാണ് സർ. നമസ്കാരം, മിസ്റ്റർ മോഹനകൃഷ്ണന്റെ ഭാര്യയാണോ? അതെ. എന്താ പേര്? സത്യഭാമ, അഡ്വക്കേറ്റ് സത്യഭാമ. ഓഹോ, വക്കീലാണല്ലേ? അതെ, എനിക്ക് പൊതുവെ ഈ വക്കീലന്മാരെ ഇഷ്ടമില്ല. കാരണം അവര് കള്ളന്മാരെയും കൊലപാതകളെയൊക്കെ സഹായിക്കാൻ നടക്കുന്നവരാണല്ലോ, അല്ലേ? അതെ സർ. അത് നല്ല വക്കീലന്മാരെ കാണാത്തതിന്റെ കുഴപ്പമാണ് ഗോവിന്ദൻകുട്ടി സാറിനെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, വഴിയെ നമുക്ക് പരിചയപ്പെടേണ്ടി വരുമല്ലോ. സാർ ഇപ്പൊ എന്തിനാ വന്നത് അത് പറയൂ. അതെ, ഈ പോലീസുകാരെയൊക്കെ വലിയ ബഹുമാനമില്ലാത്ത വക്കീലാണ്. നമ്മൾ വക്കീലിനെ കാണാൻ വന്നതല്ലോ സർ. കറക്റ്റ്. അതെ, മിസ്റ്റർ മോഹനകൃഷ്ണൻ എവിടെ? ഇവിടെയുണ്ട്. ഒന്ന് വിളിക്കൂ. എന്താ സാർ കാര്യം? അത് ഞാൻ മോഹനകൃഷ്ണനോട് പറഞ്ഞോളാം. ഞാൻ മോഹനേട്ടനെ വിളിക്കണമെങ്കിൽ കാര്യം എന്താന്ന് എന്നോട് പറയണം. പറയാൻ സൗകര്യം ഇല്ലെങ്കിലോ? പ്രശ്നമാണ്. എങ്ങോട്ടെങ്കിലും ഓടിയാലോ? സാറേ, എന്തിനാ സാറേ ഒരു വഴക്ക്? വക്കീലെ, ഇവിടെ പണ്ടുണ്ടായിരുന്ന തഹസീൽദാർ പുരുഷോത്തമ സാറിന്റെ മകനാ ഗോവിന്ദൻകുട്ടി സാർ. പുരുഷോത്തമ സാറും മോഹനകൃഷ്ണൻ സാറും തമ്മിൽ വലിയ അടുപ്പമായിരുന്നല്ലോ. അതുകൊണ്ട് ഗോവിന്ദൻകുട്ടി സാർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയപ്പോ സാറിന്റെ അച്ഛൻ മോഹനകൃഷ്ണൻ സാറിന്റെ കാര്യം പറഞ്ഞു. അതെ, അച്ഛന് മോഹനകൃഷ്ണ സാർ എന്ന് പറഞ്ഞ ജീവനാ. ഇവിടെ വരുമ്പോ തന്നെ മോഹനകൃഷ്ണ സാറിനെ കണ്ട അനുഗ്രഹം മേടിക്കണമെന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്നേ. ഞാനിവിടെ വന്നപ്പോ CPO പൗലോസിനോട് മോഹനകൃഷ്ണ സാറിനെ കുറിച്ച് അന്വേഷിച്ചു. എന്നെ പോലെ വലിയ ചൂടനാ സാറെന്നാ പൗലോസ് പറഞ്ഞത്. സത്യമാണോ? അല്ല, അത് നമസ്കാരം.
ഞാനാണ് കെ മോഹനകൃഷ്ണൻ സാർ. ഞാൻ പഴയ തഹസിൽദാർ പുരുഷോത്തമന്റെ മകനാണ്. എനിക്ക് ഓർമ്മയുണ്ട്. പുരുഷോത്തമൻ സാർ മകനെ പറ്റി എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദൻകുട്ടി അല്ലേ? അതെ അതെ. പോലീസ് എന്താ ജോലി? ഞാനൊരു SI ആണ്. കുറച്ചുകൂടെ നല്ല ജോലി എന്തെങ്കിലും നോക്കാൻ പറ്റുന്നില്ലേ? പോലീസ് എന്നൊക്കെ പറഞ്ഞ അതെ, വേറൊന്നും കിട്ടിയില്ല. ഇപ്പോ ഗോവിന്ദൻകുട്ടി വന്നത് വെറുതെ ഇവിടെ വന്ന് പരിചയപ്പെടാൻ അച്ഛൻ പ്രത്യേകം പറഞ്ഞു. നന്നായി. വേറൊന്നും പറയാനില്ലല്ലോ. ഞാൻ സാധാരണ കൃത്യം 9:38 ഇവിടുന്ന് പുറപ്പെടുന്നത്. ഇപ്പോ 4 മിനിറ്റ് വൈകിട്ടുണ്ട്. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ കെ മോഹനകൃഷ്ണൻ സാറ് കണിശക്കാനായതുകൊണ്ട് എത്രയും ഇവിടുന്ന് പോയേ പറ്റൂ. ഞാൻ വേണമെങ്കിൽ ജീപ്പിൽ അവിടെ കൊണ്ടുപോയി വിടാം. പോലീസ് ജീപ്പ് ഒരിക്കലുമില്ല. പോലീസ് ജീപ്പ് കള്ളന്മാർക്കും പോലീസുകാർക്കും ഉള്ളതാണ്. ഒരു വില്ലേജ് ഓഫീസറായി ഞാൻ ഒരിക്കലും പോലീസ് ജീപ്പിൽ കയറാൻ പാടില്ല, കയറില്ല. ഇതെന്റെ ഭാര്യ സത്യഭാമ. ഞാൻ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു. വക്കീല. എനിക്ക് ഈ വക്കീലമാരൊന്നും തീരെ ഇഷ്ടമല്ല. പിന്നെ അവള് കല്യാണത്തിന് മുമ്പേ വക്കീലായി പോയില്ലേ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ വീട്ടിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ കോടതിയിലോട്ട് പറഞ്ഞു വിടാറുണ്ട്. സമയം പോകുമല്ലോ. അല്ലാതെ അവൾ സമ്പാദിക്കുന്ന പൈസക്ക് വേണ്ടിയിട്ടൊന്നും അല്ല. അല്ലെങ്കിൽ തന്നെ ഇവൾക്ക് അതിന് വേണ്ടി കേസൊന്നും ഇല്ല. അത് ശരി. ഇക്കാലത്ത് കേസ് കിട്ടണമെങ്കിൽ തന്നെ നല്ല കഴിവും സാമർഥ്യമൊക്കെ വേണം. അതെ അതെ അതെ. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയുന്നതല്ല, ഇവ കയ്യിലുള്ള കഴിവൊന്നുമില്ല അല്ലേ? അത് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോ മനസ്സിലായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അതെ, ഒരു പങ്കജാക്ഷൻ ഇന്നലെ സാറിനെതിരെ ഒരു പരാതി തന്നിരുന്നു. അവനോട് ഞാൻ നല്ലത് 2 പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മേലിൽ ഇത്തരം പരാതിയായിട്ട് വന്ന ആർക്കും ഷേപ്പ് മാറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ ധാരാളം മതി. ശരി, ഓക്കെ ഓക്കെ. കേസില്ലാത്തോക്കില്ലേ? ചതിയൻ. അടുക്കള വെച്ച് പറഞ്ഞതല്ലേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങ് വിഴുങ്ങിയല്ലേ? ഞാൻ കഴിവില്ലാത്ത വക്കീല് അല്ലേ? എന്നിട്ടാണോ എന്നെ കാണാണോ ഒന്ന് പിടിച്ചത്? എന്നെ കല്യാണം കഴിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് പറഞ്ഞങ്ങ് മറന്നുപോയായിരിക്കും. നിനക്ക് ഒരു അവസരം കിട്ടിയപ്പോ നീ എന്നെ ചൂഷണം ചെയ്തു. അത് നിന്റെ മിടുക്ക്. അപ്പൊ പിന്നെ എനിക്കൊരു അവസരം കിട്ടുമ്പോ ഞാനതിനെ ചൂഷണം ചെയ്യാതിരിക്കും? പിന്നെ നിന്നെ കല്യാണം കഴിച്ചത് ഒരു ഭാഗ്യമാണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ? അത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. ബാക്കിയൊക്കെ ചുമ്മാ പറഞ്ഞു. മണി 9:44. വില്ലേജ് ഓഫീസിൽ പോയി കരം തീർത്ത് രസീത് കൊടുക്കണ്ടേ? വേഗം സ്ഥലം വിട്ടാട്ടെ. അവസരങ്ങൾ ചൂഷണം ചെയ്യുക എന്നത് മാനുഷികമാണ്. കിട്ടിയ അവസരം വക്കീൽ ഗംഭീരമായി ഉപയോഗിച്ചതിന് തൊട്ട് പിന്നാലെ അവസരം വില്ലേജ് ഓഫീസറെയും തേടിയെത്തിയതാണ് കുഴപ്പമായത്. എന്തായാലും മല പോലെ വന്ന ഗോവിന്ദൻകുട്ടി എലി പോലെ മടങ്ങിപ്പോയ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം.